2017 മോളിൽ നിന്ന് 4ാമത്തെ നിലയിൽ വീണതാണ്. റാഗിംഗ് ഇഷ്യൂല് മോളിൽ നിന്ന് വീണയാണ്. അപ്പോ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ എനിക്ക് ഫുള്ള് ഡോക്ടർ പറഞ്ഞ ജീവിക്കൂല, ഫുള്ള് പോയതാണ്. എനിക്ക് തല തൊട്ട് കാല് വരെ ഫുൾ ഡാമേജ് ആയി. സ്പൈനൽ കോഡൊക്കെ ഒരു 100 വലിപ്പത്തിന്റെ വ്യത്യാസത്തിലായിരുന്നു. ഇപ്പോ എനിക്ക് 12 സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ ഒരൊറ്റ ഇതുകൊണ്ടാണ് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് SP ഫോർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി കഴിഞ്ഞു. എന്റെ കാല് മുറിച്ചു കളയാൻ പറഞ്ഞതാണ്. അപ്പോ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ കരഞ്ഞിട്ട് പറയുകയാണ്. ഇപ്പൊ ഞാൻ നല്ലൊരു ചിരിച്ചോണ്ടാണ് പറയുന്നത്. എനിക്ക് 12 സർജറി കഴിഞ്ഞ് എനിക്ക് തല തൊട്ട് കാല് വരയ്ക്കാൻ കമ്പി ഇട്ടേക്കുവാണ്. എനിക്ക് 2 ഉപ്പൂറ്റിയില്ല, കാര്യം ഞാൻ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. നട്ടില് ഫുള്ള് കമ്പിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു 6 മാസം പറഞ്ഞു ഞാൻ കിടപ്പായിരിക്കുമെന്ന്. ഞാനൊരു 3-4 മാസത്തോളം കിടപ്പായിരുന്നു. ഇന്നലെ അനുഭവിക്കാണ്ട് അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ലൈഫ് ബിഗ് സീറോ ആണെന്ന് തോന്നി. എന്റെ അമ്മയുടെ കണ്ണീര് എല്ലാം കൂടി എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എന്റെ 19ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞതാണ്. എന്റെ ഹസ്ബൻഡിന് ഞാൻ കിടപ്പായപ്പോ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര മെന്റലി ഡിപ്രസ്ഡ് ആയിപ്പോയി. ഫിസിക്കലി ഓക്കെ അല്ല, മെന്റലി ഓക്കെ അല്ലായിരുന്നു. അവിടുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എണീറ്റ് നടക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ എണീറ്റ് നടന്നു. എന്നാലും 6 വർഷം കൊണ്ട് ഞാൻ നല്ല പെയിൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആരോട് സംസാരിക്കില്ല, അമ്മയായിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഒത്തിരി പെയിനായിട്ട് എങ്ങനെ എനിക്ക് ആരോട് സംസാരം വരില്ലായിരുന്നു. പിന്നെ ഞാൻ ആകെ ഒരു പ്രാവശ്യം എന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് മനസ്സമാധാനമായിട്ട് വേദനയില്ലാതെ ഒരു ദിവസം ഉറങ്ങണം എന്നുള്ളത്. ഞാന് മായമേട്ടനെ കണ്ടു, ഷെയ്ക്കെടുത്തു. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ടാണ് എന്റെ ഏറ്റവും വലിയ സംഭവം. ഹാപ്പിയാണ് എനിക്ക് ഒരു ദിവസം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് എനിക്കിപ്പോ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും സൂയിസൈഡ് ചെയ്തത് പല ഇതിലായിരിക്കും. പക്ഷെ ഞാൻ 3 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് ഈ കഴിഞ്ഞ മാർച്ച് വരെയും ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. എനിക്ക് ബോഡി പെയിൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. എന്റെ അമ്മയുടെ കഷ്ടപ്പാട് എന്നെ നോക്കാൻ അവർ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ ആളാണ് ഞാൻ. എന്റെ ലൈഫ് ബിഗ് സീറോ ആയിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കുമായിരുന്നു. വയ്യാത്തവള് പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ ആരുടെ കൂടെ കൂട്ടിലായിരുന്നു. പിന്നെ എന്റെ ഫാമിലിയിൽ കഴിഞ്ഞ ദിവസം വരും എനിക്കൊരു ഇതുണ്ടായി. എന്റെ ചേച്ചിയുടെ കൊച്ച് മെച്ചുവറായതിന്റെ ചടങ്ങില് എന്നെ വിളിച്ചില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് കുട്ടിയും ഭർത്താവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പോയ ഐശ്വര്യക്കേടാണെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ എന്റെ മായമേടത്തിന്റെ സെന്ററിൽ വന്ന് ഹാപ്പി ആയിട്ടിരുന്നു. ഇപ്പൊ എനിക്ക് നടുവേദനയില്ല, എന്റെ കാലിന് നീരണിയുന്നില്ല. ഞാൻ എന്റെ ദൈവത്തെ പോലെ കാണുന്നതാണ് എന്റെ മായമേടത്തിനെ മനസ്സിലാകുന്നു. പിന്നെ എന്റെ സ്പോൺസർ ആർച്ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് മായമേടം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ആരും ഇല്ലായിരുന്നു. എല്ലാവരും എനിക്ക് തള്ളിക്കാണിച്ചേ ഉള്ളൂ. എന്റെ അമ്മ മാത്രം പറഞ്ഞു ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ മായമേടെ അടിസാറ് പറയുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്ക്, എനിക്ക് നല്ലതാക്കും എന്ന് പറഞ്ഞു. മായമേടെ എനിക്ക് കയ്യിലാണെന്ന് പറഞ്ഞു. മായമേടെ അടിസാറ് പറഞ്ഞു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ഞാൻ വന്നിട്ട് 2 മാസമായി. ഇനി എന്ന് എന്റെ ലൈഫ് ലോങ് മൊത്തം ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാണ് എന്റെ ഫാമിലി.